എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ആൾക്കാർ അവരെല്ലാം ഹായ് ആയിട്ട് ഇപ്പം അവസാനത്തെയും ഏഴാമത്തെയും ഡ്രാഗൺ ബോൾ കണ്ടെത്താനായി ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊട്ട് പിന്നാലെ തന്നെ ആ ഹാൻസം ബോയും അവൻ്റെ അസിസ്റ്റന്റും അവരുടെ കാറിൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിപ്പോഴും അവർ ഫോളോ ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. ഉൽമയാണെങ്കിൽ ഇപ്പോൾ അവളുടെ റഡാറിലേക്ക് നോക്കും. ഓൾമോസ്റ്റ് അവർ ആ ഒരു ഡ്രാഗൺ ബോളിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവളാണെങ്കിൽ ഇപ്പൊ ചില മനക്കോട്ടയൊക്കെ കെട്ടുകയാണ്. വാവ്, എന്റെ സ്വപ്നം അത് ഞാൻ സാക്ഷാത്കരിക്കാനായിട്ട് പോവാണ്. വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ എനിക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഉടനെ ആ പന്നിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ അവളോട് ചോദിക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഡ്രാഗൺ ബോൾസ് അതെല്ലാം കളക്ട് ചെയ്യുന്നത് അതെന്തിനാണ്? നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള എന്തെങ്കിലും നേടിയെടുക്കാനാണോ? അതിന് അവള് പറയും, അയ്യോ ഇല്ല, ഞാനത് നിന്നോട് പറയാൻ വിട്ടുപോയി. എനിക്കൊരു നല്ല സുന്ദരം ബോയ് ഫ്രണ്ടിനെ വേണം. അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് കേട്ട് നമ്മുടെ പന്നിപ്പയ്യൻ അവൻ ഞെട്ടും. ഓ നോ, വെറും ഒരു ബോയ് ഫ്രണ്ടിന് വേണ്ടിയാണോ നമ്മൾ എല്ലാവരും ചേർന്ന് ഇത്രയും കഷ്ടപ്പെട്ടത്? ഇതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലും ഭേദം വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. നീ എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ വമ്പ ഫോഴ്സിൽ ആ വണ്ടി ഓടിച്ച് ചെറുകളുടെ എല്ലാം തന്നെ ഇടയിലൂടെ അവരെ കൊണ്ടുപോവാണ്. ഉണ്മയാണെങ്കിൽ ഇപ്പൊ ആ പന്നിക്കുട്ടന്റെ തലയ്ക്ക് പിടിച്ച് കിഴക്കും. പ്ലീസ് ദയവ് ചെയ്ത് നീ പതിയെ വണ്ടി ഓടിക്ക്. അപ്പൊ ദൂരത്തായിട്ട് ഒരു കഴുകൻ, അതാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോട്ട വിട്ട് എവിടേക്കോ പറന്നു പോകും. അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോ ആ ഒരു സുന്ദരം പയ്യൻ, ആ ഹാൻസം പയ്യനും അവന്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും അങ്ങനെ ഫോളോ ചെയ്ത് പോവാണ്. ഹാൻസം പയ്യനാണെങ്കിൽ തീർത്തു പറയും, ഡ്രാഗൺ ബോൾ അതിവിടെ അടുത്ത് എവിടെയോ തന്നെ ഉണ്ട്. എനിക്കത് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിക്കും. പെൺകുട്ടികളോടുള്ള എൻ്റെ പേടി അത് ഉറപ്പായാലും എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഹായ് ആയിട്ട് അങ്ങനെ കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ആ ബീസ്റ്റിനെ കാണിക്കും. അവനാണെങ്കിൽ ആ ചുന്ദരി പെണ്ണിനോട് ദേഷ്യപ്പെട്ടു പറയും, ഞാൻ തന്ന എല്ലാ മിഷൻസിലും നീ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അവസാനമായിട്ട് ഒരു മിഷൻ ഞാൻ നിനക്ക് തരാൻ പോവാണ്. ഈ ഒരു ഡിവൈസ് അത് ഞാൻ 10 എണ്ണുന്നതിനുള്ളിൽ 5 എണ്ണുന്നതിനുള്ളിൽ നീ റിപ്പയർ ചെയ്യണമെന്ന് പറയും. അവളാണെങ്കിൽ ഷോക്കായിട്ട് വേഗം തന്നെ അത് റിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ്റെ മുതല കുഞ്ഞുങ്ങളെ അവിടേക്ക് വിളിച്ചു വരുത്തും. അതിനുശേഷം വളരെ സ്പീഡിൽ അവൻ കൗണ്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. അവളാണെങ്കിൽ നൈസായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് സോപ്പിട്ട് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. മണ്ടനാണെങ്കിൽ അതിൽ വീണുപോയി അവനും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഗ്യാപ്പിൽ അവളാണെങ്കിൽ ആ ഡിവൈസുകൾ ശരിയാക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആ പട്ടിക്കുട്ടി അതിപ്പോൾ അവിടേക്ക് വരികയാണ്. ആ ബീസ്റ്റ് ആണെങ്കിൽ പട്ടിക്കുട്ടിയോട് ചോദിക്കും, ഏതെങ്കിലും ബോള് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? അതിനവൻ പറയും, ബോൾ കിട്ടിയില്ല, ഒരു പിസ കിട്ടി. അത് കേട്ട് ബീസ്റ്റ് ആണെങ്കിൽ അങ്ങനെ തല ഇറങ്ങി താഴേക്ക് വീഴും. ആ സമയം ആ ചുന്ദരി പെണ്ണ് പറയും, ആ ഡിറ്റക്ടർ അത് ഞാൻ ശരിയാക്കി കഴിഞ്ഞു. എനിക്ക് ഡിറ്റക്ടറിൽ തൊട്ടടുത്തായിട്ട് ഒരു ഡ്രാഗൺ ബോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കത് എത്രയും വേഗം എടുക്കണമെന്ന് പറഞ്ഞ് അവൾ ആ ഡോഗിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. നേരെ പോ, വലത്തോട്ട് തിരി, ഒരു 6 സ്റ്റെപ്പ് കൂടെ മുൻപോട്ടേക്ക് വെക്ക്. കറക്റ്റായിട്ട് മുൻപോട്ടേക്ക് പോയി 2 അടി മുൻപിലുള്ള ആ ഒരു ഡ്രാഗൺ ബോൾ അതെടുക്ക്. ഉടനെ അവനാണെങ്കിൽ മുൻപിലുണ്ടായിരുന്ന ഒരു ബോക്സ് അതെടുത്ത് ബീസ്റ്റിന്റെ കയ്യിൽ കൊടുക്കും. ബീസ്റ്റ് ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ കയ്യിലെടുത്ത് ഇപ്പൊ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഓ നോ, നിങ്ങളെപ്പോലെ വിഡ്ഢികളായിട്ടുള്ള അസിസ്റ്റൻസ് അവരാണ് എന്റെ ശാപം. ഇത് നമ്മളുടെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോളാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ കൊരങ്ങൻ ചെക്കനും അവന്റെ കൂടെയുള്ളവരും ചേർന്ന് കളക്ട് ചെയ്ത ആ ബോൾസ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നിന്നെ കൊണ്ട് പറ്റുമോ? അതിന് ആ പെണ്ണു പറയും, പറ്റും. ഞാൻ അതിന് ഒരു സ്പൈയെ അയച്ചിട്ടുണ്ട്. അതിപ്പോ എത്രയും വേഗം ഇവിടേക്ക് വരുന്നു പറയും. അവളത് പറയേണ്ട താമസം നമ്മുടെ ആൾക്കാർ നോട്ടീസ് ചെയ്ത ആ പരുന്ത് അത് അവിടേക്ക് പറന്നു വരികയാണ്. ഇതിന്റെ ഉള്ളിൽ ചില വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്. അതെടുത്ത് വിഷ്വൽസ് ചെക്ക് ചെയ്താൽ നമുക്ക് അവരെ കണ്ടെത്താം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു ചുന്ദരി വില്ലെത്തി. അവളാണെങ്കിൽ അവളുടെ ബോസിനും അതുപോലെ തന്നെ ആ ഒരു ഡോഗിനും അവർക്ക് 2 പേർക്കും അവരുടെ നീക്കങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആ പിഗ് ആണെങ്കിൽ അവളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യും, ഞാൻ അവസാനമായിട്ട് നിന്നോട് ചോദിക്കുകയാണ്, നീ നിന്റെ വിഷ് അത് ചേഞ്ച് ചെയ്യോ? നമുക്ക് 3 പേർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അത് നീ മാറ്റണം. എങ്കിൽ മാത്രമേ ഞങ്ങളും ഇതിൽ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും കാര്യമുള്ളൂ. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും എൻ്റെ ആഗ്രഹം അത് ഞാൻ ചേഞ്ച് ചെയ്യില്ല. അത് കേട്ട പിഗ് ആണെങ്കിൽ അവൻ കാർ സ്റ്റോപ്പ് ചെയ്ത് അവന്റെ പ്രതിഷേധം അറിയിക്കും. അവളാണെങ്കിൽ കാർ എടുക്കാനായിട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പിഗ് അതിന് തയ്യാറാവില്ല. അതിനവളാണെങ്കിൽ അവനെ പന്നി എന്ന് വിളിക്കും. അടുത്ത നിമിഷം അവന് ബാത്റൂമിൽ പോകാൻ തോന്നും. കൂട്ടനാണെങ്കിൽ സമാധാനമായിട്ട് അവന്റെ കാര്യമൊക്കെ സാധിച്ച് വീണ്ടും കാറിലേക്ക് വന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പൊ അവരുടെ കാറിന് നേരെ വലിയൊരു റോക്കറ്റ് ലോഞ്ചർ വന്ന് പതിച്ച് ആ കാർ തകർന്ന് നമ്മുടെ ആൾക്കാർ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോവും. അവർ ഷോക്കായിട്ട് ചുറ്റും നോക്കും. അപ്പൊ അവരുടെ അടുത്തേക്ക് ഒരു റോബോട്ട് ചാടി വരികയാണ്. റോബോട്ടിനുള്ളിൽ മറ്റാരുമല്ല ആ ഡോഗ്. അവനാണെങ്കിൽ ആ റോബോട്ട് ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാർ കളക്ട് ചെയ്ത ആ 5 ഡ്രാഗൺ ബോൾസ് അത് കളക്ട് ചെയ്യും. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇനി മുതൽ ഇത് എന്റെയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ചാടി പോവും. ഹാൻസം വില്ലനാണെങ്കിൽ അത് കണ്ട് ഞെട്ടാണ്. അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ മുൽമയാണെങ്കിൽ ഗോക്കുവിനോട് പറയും, എത്രയും വേഗം ആ ഫ്ലൈങ് ക്ലൗഡിനെ
അതിനെ വിളിച്ച് നീ അവരുടെ പിന്നാലെ പോയി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ആ ഡ്രാഗൺ ബോൾസ് തിരികെ പിടിക്കണം. എനിക്ക് നിന്നിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവന്റെ ക്ലൗഡിനെ അവിടേക്ക് വിളിച്ച് അതിൽ കയറി അവന്റെ പിന്നാലെ പോവും. പക്ഷെ അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഒരു റോബോട്ട് ലാൻഡ് ചെയ്യിപ്പിച്ച് അതിനുശേഷം ആ വില്ലത്തിപ്പെണ്ണും ഡോഗും അവർ രണ്ടുപേരും ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിലങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. വില്ലത്തിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, ചുന്ദരി വില്ലത്തിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, ഒടുവിൽ നമ്മളത് സാധിച്ചു. ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ ഒരു റോബോട്ടിന്റെ അടുത്തേക്ക് വരും. അത് റോബോട്ടാണെന്ന് മനസ്സിലാവാതെ ഗോക്കു അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മര്യാദയ്ക്ക് ഡ്രാഗൺ ബോൾ അത് തിരിച്ചതാന്ന് പറഞ്ഞ് അവൻ ആ സ്റ്റിക്ക് വെച്ച് അടിക്കുകയാണ്. അടുത്ത നിമിഷം ആ റോബോട്ട് അങ്ങനെ മറിഞ്ഞു വീഴും. ഗോക്കു ആണെങ്കിൽ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് അതിനെ ആഞ്ഞടിക്കും. പക്ഷെ അതങ്ങനെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. ഗോക്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇതിന്റെ കാറ്റ് പോയും ചിന്തിച്ച് അവൻ അല്പനേരം അതിനെ ചുറ്റിപ്പറ്റി നടക്കും. കട്ട് ചെയ്ത ഇവിടെ ബുൽമ. അവൾക്കാണെങ്കിൽ ഓരോ നിമിഷം കഴിയുന്തോറും ടെൻഷൻ കൂടി വരികയാണ്. ഓ ഗോഡ്, എൻ്റെ 5 ഡ്രാഗൺ ബോളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഒരുപാട് കാലത്തെ എൻ്റെ അധ്വാനം, എൻ്റെ ആഗ്രഹം, അതെല്ലാം തന്നെ ആ ഡ്രാഗൺ ബോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എനിക്കൊരു നല്ല ഹാൻസം ബോയ് ഫ്രണ്ട് വേണം. ആ ആഗ്രഹം നടക്കില്ലേന്ന് ചോദിച്ച് അവൾ അങ്ങനെ കരയും. അതുകൊണ്ട് പന്നിക്കുട്ടി പറയും, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിനക്ക് ആ ഡ്രാഗൺ ബോൾസ് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നല്ലൊരു ബോയ് ഫ്രണ്ടിനെ, നിനക്ക് നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ മതിയോ? ബൊൽമയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഓ നോ, നിനക്കൊരു അല്പസമയം മിണ്ടാതിരുന്നൂടെ? എനിക്ക് നിന്നെ പോലെ ഒരു വൃത്തികെട്ട പന്നിക്കുട്ടിയല്ല ആവശ്യം. സുന്ദരനായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ഗോക്കു അവൻ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. ഗോക്കുവിനെ കാണേണ്ട താമസം അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഗോക്കു, നിനക്ക് ആ ഡ്രാഗൺ ബോൾ അത് തിരികെ കിട്ടിയോ? അതിന് ഗോക്കു പറയും, ഇല്ല, നമ്മൾ അറ്റാക്ക് ചെയ്ത സാധനത്തെ ഞാൻ കണ്ടു. അതിനാണെങ്കിൽ യാതൊരു അനക്കവും എന്ന് പറയും. അത് കേട്ട് വീണ്ടും അവളാണെങ്കിൽ ദുഃഖിക്കാനായിട്ട് തുടങ്ങും. ഒരുപാട് കാലത്തെ എൻ്റെ പ്രയത്നമാണ് ഇല്ലാതായത്. എത്രയും വേഗം അവരെ ഡ്രാഗൺ ബോൾസിനെ ഉപയോഗിച്ച് ഡ്രാഗണെ കൊണ്ടുവരും. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള വിഷ് ചോദിക്കും. എനിക്ക് പിന്നീട് ഒരിക്കലും എൻ്റെ വിഷ് സാധിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ തേങ്ങിക്കരയും. ഉടനെ ഗോക്കു ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, നീ വെറുതെ ഇതുപോലെ കരയേണ്ട യാതൊരു ആവശ്യവുമില്ല. ബാലൻസ് ഉള്ള ഒരു ഡ്രാഗൺ ബോൾ അതെന്റെ പക്കലാണ്. ഇതുവരെ അതവർക്ക് കിട്ടിയിട്ടില്ല. അത് കേൾക്കുമ്പോൾ ബുൽമയ്ക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസമാവുകയാണ്. വാവ്, ഇത് ശരിക്കും അടിപൊളിയാണ്. നീ നിന്റെ ഡ്രാഗൺ ബോൾ അത് കറക്റ്റായിട്ട് സൂക്ഷിച്ചു വെച്ചു. അത് അവർക്ക് കിട്ടിയിട്ടില്ല. സോ ഇത് കിട്ടാതെ അവരെ കൊണ്ട് ആ ഡ്രാഗനെ സമൻ ചെയ്യാൻ കഴിയില്ല. അവരധിക ദൂരം പോയിട്ടുണ്ടാവില്ല. എത്രയും വേഗം അവരുടെ പിന്നാലെ പോയി നഷ്ടപ്പെട്ട ഡ്രാഗൺ ബോൾസ് അത് തിരികെ പിടിക്കണമെന്ന് പറയും. എൻ്റെ കയ്യിൽ പിൽസ് ഉണ്ട്, അതുപയോഗിച്ച് അടുത്ത കാർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അവൾ വാങ്ങിച്ച പിൽസ് അതവളുടെ കയ്യിലല്ല, ആ ഡ്രാഗൺ ബോൾസ് ഉണ്ടായിരുന്ന ബോക്സിലായിരുന്നു എന്നുള്ള ഓർമ്മ അവൾക്ക് വരിക. അതോർത്ത് വീണ്ടും അവൾ നിർത്താതെ കരയും. അപ്പൊ ലോങ് ഷോട്ടിൽ ആ ഹാൻസം വില്ലൻ അവൻ്റെ അസിസ്റ്റന്റിനോട് പറയും, നമുക്ക് വേറെ വഴിയില്ല, അവർക്ക് ലിഫ്റ്റ് കൊടുത്തേ മതിയാവും. നമ്മളിപ്പോൾ സഹായിച്ചിട്ടില്ല എങ്കിൽ ആ ഡ്രാഗൺ ബോൾ അത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ എത്രയും വേഗം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ അവരുടെ വണ്ടി എടുത്ത് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെ കാണേണ്ട താമസം ഭയങ്കര ഹാപ്പി. ഇവിടെ ആ ഹാൻസം വില്ലൻ അവനാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത്, എന്തുപറ്റി, നിങ്ങളിവിടെ പെട്ടുപോയോ? നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് പോവേണ്ട സ്ഥലത്ത് ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും. അവനത് പറയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബുൽമ പെണ്ണ് അവളാണെങ്കിൽ വണ്ടിയിലേക്ക് ചാടിക്കയറും. അതിനുശേഷം നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും ഗോക്കു ആണെങ്കിൽ അവൻ്റെ ക്ലൗഡിൽ അങ്ങനെ പറന്നു വരികയാണ്. അതിനുശേഷം ബൊൽമയാണെങ്കിൽ കൊഞ്ചി കുഴഞ്ഞ് ഇപ്പോൾ ആ ഹാൻസം വില്ലനോട് കണ്ണുകൾ അടയ്ക്കാൻ പറയും. അവനോട് മാത്രമല്ല അവൻ്റെ അസിസ്റ്റന്റിനോടും കണ്ണുകൾ അടയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവർ രണ്ടുപേരും കണ്ണുകൾ അടയ്ക്കും. ആ ഗ്യാപ്പിൽ ബൊൽമ പെണ്ണ് അവൾ റഡാറിൽ ആ ഒരു ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാണ്. അതിനുശേഷം അവരോട് കണ്ണ് തുറക്കാൻ പറയും. ഹാൻസം വില്ലനാണെങ്കിൽ ഒരു ഉമ്മ പ്രതീക്ഷിച്ചാണ് കണ്ണടച്ചത്. പക്ഷെ ഒന്നും കിട്ടാതെ നിരാശനായി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കും. കട്ട് ചെയ്താ ഇവിടെ ബീസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവൻ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ഒടുവില് ഡ്രാഗൺ ബോൾസ് എല്ലാം എൻ്റെ കയ്യിലെത്തി. അതിനാ പെണ്ണു പറയും, അത് സത്യത്തിൽ 6 എണ്ണമേ ഉള്ളൂ, ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടില്ല. അത് കേട്ട ബീസ്റ്റ് ആണെങ്കിൽ ഡബിൾ ഷോക്ക്. അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോളും അതിനോട് ചേർത്ത് വെക്കും. അതെ, ഇത് 6 എണ്ണം മാത്രമേ ഉള്ളൂ, ഒരെണ്ണം മിസ്സിംഗ് ആണ്. അതും കൂടെ കിട്ടിയാൽ മാത്രമേ എനിക്ക് ആ ഡ്രാഗൺ ഇവിടേക്ക് വരുത്താനായിട്ട് കഴിയൂ. എത്രയും വേഗം അത് കണ്ടുപിടിക്കണമെന്ന് പറയുന്ന അതേ നിമിഷം ഇപ്പോൾ ആ പെണ്ണ് റെഡിയാക്കിയ റഡാറിൽ ആ 7ാമത്തെ ഡ്രാഗൺ ബോൾ അവരെ ലക്ഷ്യമാക്കി വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും. ബീസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അതെ, ആ ഡ്രാഗൺ ബോളുമായിട്ട്
ഇവിടേക്കാണ് വരുന്നത്. ഇതാണ് പറ്റിയ അവസരം. നമ്മുടെ കോട്ടയിൽ വെച്ച് അവർ ലോക്ക് ചെയ്ത് 7ാമത്തേതും നമ്മൾ സ്വന്തമാക്കും. അവർക്കായിട്ടുള്ള ട്രാപ്പ് അത് എത്രയും വേഗം നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ആൾക്കാർ ഇപ്പോൾ വലിയൊരു മാൻഷന്റെ മുൻപിൽ വരികയാണ്. ആ മാൻഷൻ മറ്റാരുടേതും അല്ല, ആ ബീസ്റ്റിന്റെയും അവന്റെ അസിസ്റ്റൻസിന്റെയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പതിയെ ആ മാൻഷന്റെ മുൻപിലേക്ക് വരും. ഗോക്കു അവന്റെ ഫുൾ പവർ കൊടുത്ത് അതിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കും. അകത്താണെങ്കിൽ ഫുൾ ഡാർക്ക്. അവർ പേടിയോട് കൂടെ പതിയെ മുൻപോട്ടേക്ക് നടക്കുകയാണ്. അടുത്ത നിമിഷം ഒരുപാട് ബാറ്റ്സ് അവരെ അറ്റാക്ക് ചെയ്യും. ചുന്ദര വില്ലനാണെങ്കിൽ ബാറ്റ് ആണെന്ന് കരുതി നമ്മുടെ ബുൽബയെ ദൂരേക്ക് എടുത്തെറിയാണ്. അതിനുശേഷം അവർ അല്പദൂരം കൂടെ മുൻപോട്ടേക്ക് വരുമ്പോൾ ഒരു സ്പൈഡർ അവരെ ഫോക്കസ് ചെയ്യും. ഇവിടെ ആ ബീസ്റ്റൺ ടീമും ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ചില ഡിവൈസ് ഒക്കെ എടുത്തു വെച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ ഭാഗത്തു നിന്ന് പില്ലേഴ്സ് ക്രിയേറ്റ് ആയി അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മൊൽമയാണെങ്കിൽ ഒരു പില്ലറിൽ സ്റ്റക്കായി മുകളിലേക്ക് പോകും. അത് കണ്ട ഹാൻസം വില്ലൻ തട്ടിത്തെറിപ്പിക്കും. ഗോക്കു ആണെങ്കിൽ അവളെ ക്യാച്ച് ചെയ്യും. പക്ഷെ ആ ഗ്യാപ്പിൽ മറ്റൊരു പില്ലർ ഇപ്പോ ഹാൻസം വില്ലന്റെ നേർക്ക് വരും. അത് കണ്ട ഗോക്കു ആണെങ്കിൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ പില്ലർ തകർത്ത് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിലായി നമ്മുടെ ആൾക്കാർ ആ പില്ലർ എല്ലാം തകർത്തു. ബീസ്റ്റിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഓ നോ, നമ്മുടെ ട്രാപ്പ് അവർ തകർത്തു. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പ്രതീക്ഷ കൈവിടാതെ പതിയെ ആ ചുമരിനോട് ചേർന്ന് മുൻപോട്ടേക്ക് മൂവ് ചെയ്യും. അല്പസമയം മൂവ് ചെയ്ത് അവരാണെങ്കിൽ ആരോ എൻ പോയിന്റിൽ എത്തുകയാണ്. അവർ ചുറ്റും നോക്കും. മുൻപോട്ടേക്ക് പോകാനായിട്ട് ഇനി വഴിയില്ല. അടുത്ത നിമിഷം ഒരു വലിയ വാൾ അതങ്ങനെ വന്ന് അവരെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാർ ലോക്കായത് കണ്ട് ആ ബീസ്റ്റ് വില്ലൻ അവൻ പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.